ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതായത് വേറൊന്നുമല്ല, എൻ്റെ ഉള്ളിലെ ഒരു വിഷമം, വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു വിഷമം ഞാൻ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. വേറൊന്നുമല്ല, കൊറോണ വാക്സിനേഷൻ എടുത്തവർക്ക് അതിൻ്റെ പേരിൽ വന്ന കുറച്ച് സൈഡ് ഇഫക്റ്റ്, ആ സൈഡ് ഇഫക്റ്റിൻ്റെ പേരിൽ ഉണ്ടായ നഷ്ടങ്ങൾ. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അത് 100% ഷുവർ തെളിയിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് വന്നത് പല തരത്തിലാണ് പലർക്കും. അപ്പോൾ പല രീതിയിൽ അത് വന്നു. മറ്റു പല അസുഖങ്ങളിലൂടെയാണ് അവർ മരണപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും അത് വാദിക്കാനൊന്നും കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഷുവറായിരുന്നു, ഈ ഒരു വാക്സിനേഷൻ പുറത്തിറക്കി നമ്മളെ നിർബന്ധിപ്പിച്ച് എടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിങ്ക് ചെയ്തിരുന്നു. കാര്യം ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ ഈ വാക്സിനേഷനൊക്കെ ഇറക്കി ഇതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ അന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് നിർബന്ധിച്ച് പറഞ്ഞിരുന്നു, അത് എടുക്കേണ്ടായിരുന്നു. പക്ഷേ അന്നത് എടുക്കാതെ ഒരു സ്ഥലത്തും ഒരിടത്തും കയറ്റുക പോലും ഇല്ല. അപ്പോൾ അത്രയും ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ എന്നാലും അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ വീട്ടിലല്ലേ ഇരിക്കുന്നത്, എന്തായാലും എടുക്കണ്ട. പക്ഷേ അമ്മ പേടിച്ചിട്ട് അസുഖം വരില്ല എന്ന് ഉറപ്പിച്ചിട്ട് അമ്മ 3 വാക്സിനേഷനും എടുത്തു. പക്ഷേ അതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വെറും ഡയബറ്റിക് പേഷ്യൻറ്റ് മാത്രമായിരുന്ന എൻ്റെ അമ്മയ്ക്ക് BP ഹൈ ആയി, പെട്ടെന്ന് ഡയാലിസിസ് ഒക്കെ വേണ്ടി വന്നു, കിഡ്നി കംപ്ലീറ്റ് അടിച്ചു പോയി. പിന്നെ ഒരു 2 മാസം 3 മാസം കൊണ്ടൊക്കെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് എന്തൊക്കെയാണ് ഇത്ര പെട്ടെന്ന് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതായത് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വാക്സിനേഷൻ ഇറക്കിയവർ തന്നെയാണ് പറഞ്ഞത് ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് എന്തിനാണ് പിന്നെ അവർ പറഞ്ഞതല്ല, ചിലപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അതിൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് പറഞ്ഞ് പാനിക് ആക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നമ്മൾ വിലപിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറഞ്ഞത്. കാര്യം ഇത് അവരും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എല്ലാവരും വാർത്താ ചാനലിലൂടെ കേട്ടതാണ് അങ്ങനെ ഒരു സംഭവം അല്ലേ, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായി എന്നുള്ളത്. ഇപ്പോഴും അതിന് സൈഡ് എഫക്റ്റിൽ ആൾക്കാർ അതിൻ്റെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പലരും അതിനുശേഷം BP എത്ര മരുന്ന് കഴിച്ചിട്ട് പോലും BP താഴേക്ക് വരുന്നില്ല, അത് ഹൈ ആവുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായ സൈഡ് എഫക്റ്റ് എന്നാണ് ഇവർ പറഞ്ഞു കേട്ടത്. എല്ലാ ചാനലും പറഞ്ഞു, ഞാനല്ല, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാർമസിസ്റ്റ് എന്ന നിലയിൽ എനിക്കത് അന്ന് മനസ്സിലായിരുന്നു, അത് വേറെ കാര്യം. അന്നേ ഞാനത് അമ്മയുടെ അടുത്ത് പറഞ്ഞതുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് വേറൊന്നുമല്ല, ഇനി ആയാലും ഇതുപോലത്തെ ദുരന്തങ്ങൾ വന്നേക്കാം. അപ്പോഴും നമ്മൾ ഒരിക്കലും എന്താ പറയുക പെട്ടെന്ന് ചാടി വീണ് ഇതുപോലത്തെ സംഭവങ്ങൾക്ക് ഇരയാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വാക്സിൻ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവരുത്. കാര്യം നമ്മുടെ അനുവാദമില്ല, നമ്മുടെ പൂർണ്ണമായ അനുവാദമില്ലാതെ നമ്മളെ നിർബന്ധിച്ച് അത് എടുപ്പിക്കാൻ ഒരിക്കലും വില്ലിങ് ആവരുത്. അപ്പോൾ ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഒരു വാക്സിനേഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ധൈര്യമില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും, നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. പക്ഷേ സത്യത്തിൽ ധൈര്യമില്ല എന്നുള്ളതാണ്. വാക്സിനേഷൻ ഒന്നും എടുക്കാനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഇനി അതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നിർബന്ധിച്ചു ഒന്നും എടുപ്പിക്കാതെ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമ്മളെ കെയർ ചെയ്താലേ കാര്യമുള്ളൂ. വേറെ ഇപ്പം നഷ്ടപ്പെട്ടു പോയതൊക്കെ നഷ്ടങ്ങൾ നമ്മൾ തന്നെ സ്വയം സഹിക്കുകയാണ്. അതുകൊണ്ട് അത് തുറന്നു പറഞ്ഞത് ആരെയും പാനിക് ആക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. ഇനി ആയാലും നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. സീരിയസ്ലി അങ്ങനെ ചിന്തിക്കുക. കഴിഞ്ഞു പോയത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല, നഷ്ടങ്ങളായി തന്നെ തുടരും. പക്ഷേ ഇനി ഒരു നഷ്ടം കൂടി നമുക്ക് സംഭവിക്കാൻ പാടില്ല. ദുരന്തങ്ങൾ ഇനിയും വരാം, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ.